Assalamualaikum, welcome back to my channel. Guys, ഞാൻ ഇപ്പോൾ ഒറ്റക്കിരുന്നിട്ട് ഇൻട്രോ കൊടുത്തോണ്ടിരിക്കുന്നതാണ് ബിക്കോസ് എല്ലാവരും ബിസിയാണ് ഗൈസ്. ഒറ്റക്കല്ല ഗൈസ്, നോണയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ അജിത്താന്റെ റഫീഖാന്റെ ആനിവേഴ്സറി ആണ്. എന്താ പറയാ, നല്ലൊരു അടിപൊളി കപ്പിൾസിന്റെ കിടലൻ ആനിവേഴ്സറി ആണ്. അതുകൂടാണ്ട് നമ്മുടെ മമ്മ ഇന്ന് പോണേണ് ഗൈസ്. അതാണ് സന്തോഷം. കെട്ടുകളാണ് ഗൈസ്. വരുമ്പോൾ ഒരു ബാഗ്, അതാണ് നമ്മൾ പോകുമ്പോ 4 ബാഗുമായിട്ട് നമ്മൾ അയക്കുള്ളൂ. അപ്പൊ നമ്മളെല്ലാരും റെഡിയാണ്. എന്നെ മുറ്റു റെഡിയാണോ? എനിക്ക് മുറ്റു റെഡിയാണോ? റെഡിയാണോ? ഉറങ്ങണായിരുന്നു അല്ല പഠിച്ചോനെ. ജൈഗും പയ്യ ബേബി ഒരേ കളറാണല്ലോ, ബ്ലൂ ആണല്ലോ പയ്യൻ മോന്. അപ്പൊ മമ്മ നോക്കി, എനിക്കുള്ള സെയിം സൽവാറാണ് മമ്മ ഇന്ന് ഇട്ടിട്ടുള്ളത്. മമ്മക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അയ്യോ ശ്വാസം മുട്ടിട്ട് എനിക്ക്. എല്ലാരും മമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോകുന്നു. ഡാഡ ബ്ലൂ, ബയ്യ ബ്ലൂ, എബ്രാൻ ബ്ലൂ, സുനു പിന്നെ ബ്ലൂ അല്ല, സുനു ഗ്രീൻ, സോനു ഗ്രീൻ. എന്താണ് ഇത് കോംബോ? ഐ ആം ഓൾവേസ് യൂണിക്, യു നോ. എബു അങ്ങോട്ട് പോകരുത്. അപ്പോൾ നമ്മൾ ആന്റിക്കുള്ള ഗിഫ്റ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങണാണ്. ഒന്ന് പിടിക്കും അതിന്റെ കോസ്റ്റ്യൂം കാണിച്ചു. യെസ് ഗൈസ്, അപ്പോ ബാക്കാണോ? ബാക്ക്. അപ്പൊ ഇതാണ് എന്റെ ഒരു പഴയ ഡ്രസ്സിന് ഗൈസ്. അപ്പൊ ഫ്രണ്ടിൽ ഇങ്ങനെ ബെൽറ്റൊക്കെ ഉണ്ട് ഗൈസ്. എന്റെ ബാഗ് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പേടിച്ചു എപ്പോഴും. സുനുനും ഭയങ്കര ഇഷ്ടമായി. ഒരു ക്ലാസ് ബാഗാണ്, ഞാനിപ്പോ ഒരുപാട് ആലോചിച്ചു. ക്ലാസി വൺ. ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കരുത്, ബാഗിന്റെ മാനം പോകും. ഉള്ളില് ഫുള്ള്. അപ്പൊ എനിക്ക് ഇത്ര വലിയ ബാഗ് ആവശ്യമാണ്. ലാസ്റ്റ് ടൈം H&Mന്ന് വേറെ ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ യൂസ് ആക്കി നല്ല ചവറ് പോലെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി അത് കൊണ്ടുപോകാൻ പറ്റൂല, ഫുള്ള് അതൊക്കെ എല്ലാം വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ സർപ്രൈസ് ആയിട്ട് എന്റെ മാപ്പിള കൊണ്ടുവന്ന് തന്നു ഗൈസ് ബാഗ്. താങ്ക് യു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയണ്ടായിരുന്നു എന്റെ ബാഗ് ഒക്കെ ചീത്തയിരിക്കണം, മേടിക്കണോന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ യെസ്റ്റർഡേ ഐ തിങ്ക് ഹി വെന്റ് ടു H&M ഫോർ ഹിസ് പർച്ചേസ്. അപ്പൊ എനിക്കിത് me and Sunu loved it a lot. ഞാൻ കോളേജ് പോകുമ്പോ ഇങ്ങനത്തെ ബാഗ് ആയിരിക്കും എടുക്കാൻ പോണത്. ഓക്കെ, ക്ലാസി വൺ എക്സാക്ട്ലി. റീലൊക്കെ ചെയ്യും ഇങ്ങനൊക്കെ. ഷൂട്ട് ചെയ്യുമ്പോ നല്ല ഏരിയയിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യണ്ടേ? വരൂ. ചവറ് പോലെ ഉണ്ടാ. കൊള്ളാം, നൈസായിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ച ബാഗ് പൊളിയായിട്ടുണ്ട്. ഓ, ഇതൊക്കെ ഞാൻ കേൾക്കണം. എനിവേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ലവ്ഡ് ഇറ്റ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊമോഷൻ വീഡിയോ പോലെ ഉണ്ട്. പ്രൊമോഷൻ അല്ല കേട്ടാ, സത്യം നല്ല ബാഗാ, ഭയങ്കര ഇഷ്ടമായി. സോനുവിനെ പോയി സോറി അല്ല, ആക്ച്വലി ഞാൻ മറ്റേ ഫസ്റ്റത്തെ ബാഗ് കൊണ്ടുപോകുമ്പോ ബാഗ് മാട്ടാറായില്ലേ, ഞാൻ പിടിക്കൂലായിട്ട് ഇങ്ങനത്തെ ബാഗ് കൊണ്ടു. ബിക്കോസ് അതെല്ലാം തൊലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വേറെ എടുക്ക് എവറി ടൈം ഇപ്പൊ ഞാൻ സമാധാനപ്പെടും. ഞാൻ എപ്പോഴും വരും, പിന്നെടുക്കാം, പിന്നാവട്ടെ. ഇന്നലെ ഈ ഗോഡറ്റ് ഇന്നലെ ശുരു പറയണേ, ഞാൻ പിടിക്കട്ടെ വരും. പക്ഷെ പിന്നെ ഭാരമാവണമെങ്കിൽ ഞാൻ പിടിച്ചോളാം ബാഗ്. കൂറ ബാഗ് പിടിക്കൂല. വൈറ്റ് ഷൂ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പൊ അതെടുക്കാം. അപ്പൊ അത് കൊള്ളൂല. അപ്പുറത്ത് വേറെ അത് പിന്നെ ഭേദമില്ല, ഭേദമുണ്ടെന്ന് പറഞ്ഞു. ഭേദമുണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോ ആ ഗ്യാപ്പിൽ കയറിയിട്ട് ഭയങ്കര ഇഷ്ടമല്ല. അന്ന് നമ്മൾ പോയത് ആന്റിക്ക് വേണ്ടി ഗിഫ്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാ. എന്തായാലും പോയല്ലോ, നിങ്ങൾക്കുള്ളതും എടുക്കുന്ന സോന ഉദ്ദേശം. എനിക്കെന്തോ ഒരു ഗിൽട്ട് അടിക്കും. അപ്പൊ തന്നെ വേണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ അത് എടുക്കുന്നുണ്ട്. സോനു ഒരു പെൻഡിങ് ഉണ്ട്. മോനോ ചുമ എന്താ? അപ്പൊ ഞാൻ എന്റെ ഒരു ഗോൾഡ് എടുക്കണം, ഒരു ഫ്ലാറ്റ്സ് എടുക്കണം, കൊറേ ലിസ്റ്റ് ഉണ്ട് ബേബി. അതിന് മുമ്പ് നിങ്ങൾ പുറത്തു കൺട്രിയിലോട്ട് പോയിട്ട് വരണേയിരിക്കുമല്ലേ? അല്ല, അവിടെ നിന്ന് മതി. മമ്മ ഇരിപ്പായി നമ്മളെ വ്ളോഗിൽ. അമ്മ ഇത് ഇപ്പോഴൊന്നും തീരില്ലെന്ന് അമ്മക്ക് മനസ്സിലായി അല്ലേ?
എങ്ങനെയുണ്ടാവും നമ്മ ഇത്ര ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ എന്നിട്ട്? പെട്ടെന്ന് ദിവസങ്ങൾ പോയായിരുന്നില്ലല്ലോ? മറ്റൊന്ന് പോയി 10 ദിവസം ഇപ്പൊ ബേജാറാവും പോകുമ്പോ, പക്ഷെ നാളെ പോവല്ലേ. പോകുമ്പോ അമ്മാക്കൊരു ബേജാറ്. ഇന്നലെ വിട്ടു പോകുമ്പോ അതെ. ഗ്രാൻഡ് പിള്ളേരാണോ അപ്പൊ നമുക്ക് പോവാല്ലേ, ഇറങ്ങാം. ലേറ്റ് ആയി ഓൾറെഡി. പിള്ളേർ സ്കൂളൊക്കെ പോയി വന്നിട്ട് നമ്മൾ ഇറങ്ങണം. കേറിക്കോ. എന്താണ് എന്താണ് സൈഗ എവിടെയാന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്? ഞാൻ ചോദിക്കാൻ പോണ സൈഗ കയറിയില്ലത്. ഇതൊരു കള്ളതോട്ടം നോക്കി എന്റെ ഇടയില്. ഷോളൊക്കെ പ്രോപ്പറാണ്. It's balloon, baby. It's balloon. Shinaj, how are you? എല്ലാരും യു, എബ്രു, ബേബി, പിന്നെ സൈഗ എല്ലാം ബ്ലൂ. ഞാനൊരു ഷെയ്ഡ് ഗ്രീൻ, സുനൊരു ഗ്രീൻ, ഞാൻ 2 ഷെയ്ഡ് പിങ്ക്, ഷോളിലൊരു ഷെയ്ഡ് വൈറ്റ് ബ്ലൂ. സോ എന്തായാലും നമ്മുടെ ഫേവറേറ്റ് കളറാണ് വൈറ്റ്. എന്തായാലും നമ്മൾ ഒരു ഡ്രസ് കോഡ് അല്ല, എല്ലാരും പല പല. എന്താണ് നിങ്ങൾക്ക് സമാധാനമായി പറ? സമാധാനത്തിൽ ഇരിക്കട്ടെ അല്ലേ? നൈസ്, നല്ല വെട്ട സുനുബാ. ഇല്ല പിടിച്ചോ. കുറച്ചൊന്ന് നോക്കി. നൈസ് ലൈറ്റ്. എല്ലായിടത്തല്ലേ? ഞാൻ ചോദിക്കണേ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനം. ലിപ്സ്റ്റിക് ഇത് കാണാൻ കൊള്ളാം അല്ലേ? ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ 2 ലിപ്സ്റ്റിക് കൂടി മിക്സ് ആക്കിയിട്ടത്. മഷൂന്റെ 2 ലിപ്സ്റ്റിക്. കള്ളം. വാക്സിൻ ഒക്കെ എടുത്തു ഗൈസ്. ഇന്ന് എബ്രുവിന്റെ 1.5 ഇയറിന്റെ വാക്സിൻ എടുത്തു നമ്മൾ 2 എണ്ണം. മൈ സ്ട്രോങ് ബോയ്. അപ്പോ പനിയുടെ മരുന്നൊക്കെ ഓൾറെഡി കുറച്ച് സെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി അവിടെ പോയിട്ട് പനി വന്നിട്ട് എനിക്ക് പിന്നെ ഫസ്റ്റ് വാക്സിൻ ആണ് കൊടുത്തപ്പോ കുഞ്ഞായിരുന്നു, അത് ഓർമ്മ വരും. ഞാൻ തലതിറങ്ങി വീണായിരുന്നു ആന്റിയുടെ വീട്ടില്. എന്ത് ചെയ്യണോന്ന് അറിയാതെ അവന്റെ കരച്ചിൽ. ഇപ്പൊ ഐ എം എ സ്ട്രോങ് മോം. It's only because of Sonu. All credits goes to Sonu. എന്ത് കുഞ്ഞി ഉമ്മി എപ്പോ എങ്ങനെ അറിയോ എന്നെ വിളിക്കണേ? ഇമ്മി ഇമ്മിമി ഇമ്മി ഇമ്മിമി. അതാണ് അവൻ വിളിക്കണേ. ഉമ്മി എന്നല്ല, ഇമ്മി ഇമ്മി ഇമ്മി. 2 പേരും അങ്ങനെ വിളിക്കണേ. ഇമ്മി ഇമ്മി. എന്നാണ് സൈഗു ഉമ്മി എന്നാ പറയണേ. എന്താന്ന് പറഞ്ഞൂടെ ഗൈസ്? 3 പിള്ളേർ 3 ടൈപ്പാണ് വിളിക്കുന്നത്. ക്യാമറ പൊക്കിയില്ല, ആംഗിൾ ശരിയില്ല. ഓക്കെ വേണ്ട, നമുക്ക് വ്ലോഗ് എടുക്കണ്ട ഗൈസ്. നമുക്ക് വ്ലോഗ് എടുക്കണം. നമ്മളെ എബുനെ കൊഞ്ചിക്കാം. പോട്ടെ കുഞ്ഞി. കളിക്കാൻ അത് വേണ്ടേ? ഇമ്മി ഇമ്മി എന്തോ ഇഷ്ടമായിരുന്നു. ഒരു കിസ് കൊടുക്കല്, ഒരു മുത്തം കൊടുക്കല്, ഇതൊരു 1000 ഡെയിലി. രാത്രി ഒരു കരച്ചില് അല്ലേ? കരയാനൊന്നുമില്ല. എന്നാണിത്? കെട്ടിച്ചുവിട്ടിനാണോ കരയാൻ? മിണ്ടാതെ കൊള്ളം. അടുത്ത ദിവസം വന്നാ മതി. ഞാൻ പറഞ്ഞ 2 മാസം കൂടുമ്പോ ഇതിപ്പോ 6 മാസം കഴിഞ്ഞിട്ടല്ലേ വന്നത്. അല്ലെങ്കിൽ അങ്ങോട്ട് പോയി. ഇവിടെ പിള്ളേർക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ അന്ന് കോവിഡിന്റെ ടൈം ആയിരുന്നപ്പോ നമ്മ അപ്പ പോവായിരുന്നു. അവിടുന്ന് ഓൺലൈൻ ക്ലാസ്സിൽ കയറിയാൽ മതിയായിരുന്നു. അതൊക്കെ ഒരു കാലം. വീട്ടിൽ കയറാനേ വേണ്ട. ഓൺലൈൻ ക്ലാസ് എവിടെ ഇരുന്നാലും കേറാവുന്നത് കൊണ്ട് അങ്ങനെ പോവായിരുന്നു. പക്ഷെ ഇപ്പൊ ക്ലാസ് നടക്കില്ല. വിട്ട് വരാൻ പറഞ്ഞിട്ടാണെങ്കിൽ പോണൂല. എന്താ ബേബി ബോസ് എന്നെങ്കിൽ വിശേഷ പരിത പിടിക്കും.
പറയൂ നിങ്ങ ഇല്ലാതെ ഓ ഇതെന്താണ് എന്തിന്റെ ചീറ്റ് ഡേ ആണ് guys. അതുകൊണ്ട് രാവിലെ ഒരു ഡോണറ്റ്സ് കഴിച്ച് എന്റെ പൊന്നു അതിന് ശേഷമില്ലേ ഭയങ്കര ഗ്യാസ്ട്രിക് ആയി. ഭയങ്കര ഗ്യാസ്ട്രിക് ആയി. എനിക്ക് വേണേ ഈ ഡോണറ്റ്സ് ഇങ്ങനെ പൊങ്ങാൻ വേണ്ടി അതിനകത്ത് സോഡാപ്പൊടി പോലത്തെ സാധനം അടിയില്ലേ അല്ലേ ശരി? അതാണ് സംഭവം. അത് എന്ത് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഭയങ്കര ഗ്യാസ്ട്രിക് ആയിട്ട് എന്തോ ഒരു ഇറിറ്റേഷൻ. ഇംഗ്ലീഷുകാർ ഉഴുന്നോടെയാണ് മധുരം വെച്ച. അത് തന്നെ ഇംഗ്ലീഷുകാരുടെ ഉഴുന്നോടാ. അതെ അതെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ മറ്റേ ഒരു വഴി എന്താ പറയാ ഇത് എന്താ പറയാ ഒന്നും കാണാത്ത അതായത് ഒരാഴ്ച ബട്ടറിങ് ഇട്ടിട്ട് ഡോണറ്റ്സ് കൈ കൊടുത്ത വരികയായിരുന്നു. ആസ്മേ ഉണ്ടല്ലേ പിന്നല്ലാണ്ട് അത് ഓപ്ഷൻ മാറ്റണം അല്ലെങ്കിൽ എന്ത് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നു. ഇല്ല ആംഗിൾ മേൽ കീഴാക്കടെ ഓപ്ഷൻ ഉണ്ടല്ലോ, സെയിം ബട്ടൺ ആണല്ലോ. അങ്ങനെ അങ്ങനെ ഒരൊറ്റ ബട്ടൺ അവിടെ പിന്നെ ഇതുണ്ടല്ലേ ഇവിടുന്ന് നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ സൂം ആക്കാം. ഷിനാജ് പറയുമ്പോ ഇതിങ്ങനെ സൂം ആക്കും അല്ലേ ഷിനാജ്? അതെ 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 ഗൈസ്. അങ്ങനെ നാളെ നൈറ്റ് ഇൻഷാല്ലാ വിയറ്റ്നാം ഞാൻ കയറാണ് സോളോ. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്ന് പറയുന്നത് ഇവനെ ഒരുപാട് പ്രാവശ്യം വിളിച്ച് അളിയാ നീ വന്ന വിയറ്റ്നാം നമുക്കൊരു 10 ദിവസം പൊളിച്ചടക്കിട്ട് വരാം, വിസ ആപ്ലിക്കേഷൻ ഇടട്ടെ എന്നൊക്കെ പറഞ്ഞ് എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ. എന്നിട്ട് അപ്പോഴൊന്നും വന്നില്ല. എനിക്ക് വിസ എല്ലാം പാസ്സായി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞേ അതെ ഇനി വരാൻ പറ്റുമെന്ന്. ഞാൻ പറയും ഇനി വരട്ടെ, ഇനി അവിടെ ഇരുന്നോന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിസ പ്രോസസിങ് ടൈം തന്നെ 2 വീക്സ് ഉണ്ട് ഞാൻ പോകാൻ വേണ്ടി. അപ്പൊ ഇനി പിന്നെ എല്ലാ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തിട്ട് ഇവന്റെ ഇനി പ്രോസസിങ്ങിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും കാരണവശാൽ റിജക്ട് ആയി എന്തെങ്കിലും അയക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പൈസ ഒക്കെ പോകും. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഇതുപോലെ എവിടെയെങ്കിലും പോകുമ്പോ വിളിക്കൂല, അപ്പൊ വരാണ്ടിരുന്ന മതി എന്ന് പറഞ്ഞു. എത്ര 3 ദിവസം എനിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് വാവാന്നും പറഞ്ഞിട്ട് പൊളിച്ചടക്കിട്ട് വരാന്നും പറഞ്ഞു. ഞാൻ പിന്നെ നെയ്യത്താക്കിയേക്കണല്ലോ ഓരോ മാസം ഓരോ കൺട്രിയിൽ പോയി വിസിറ്റ് ചെയ്ത് പൊളിച്ചടക്കിട്ട് വരുമെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ്, എന്റെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് ഇന്ന് അജീത്താന്റെയും റഫീഖാന്റെയും വെഡിങ് ആനിവേഴ്സറി പൊളിക്കണം. അങ്ങനെ ചോദിക്കണം, അതൊന്നും അറിയില്ല. 28 ആണല്ലോ, ഭാഗ്യം അറിയായിരുന്നിട്ടോ. അറിയാൻ പലത്തെ ചോദ്യമൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു എത്രാമത്തെ എന്തൊക്കെ. 28 എന്താണ് ഇപ്പൊ പ്രായം പറഞ്ഞില്ല, ഇനിയുണ്ടല്ലോ കുറെ. നമ്മൾ ദാജിന്റെ വീടെത്തി. നമ്മുടെ സായിഗുബായ ഓടിപ്പോണുണ്ട് ദാജിനെ കാണാൻ. എബു വലുതാകുമ്പോ ഓടിപ്പോവോ? ഓക്കെ, അമ്മ പിടിക്കട്ടോ, അമ്മ കെട്ടിപ്പിടിക്ക എന്റെ കൈ. ഓ മൈ ഗോഡ് ഗൈസ്. ഓക്കെ, എബുനെ ഇറക്കട്ടെ. ഓടണം. ഓക്കെ ഇറ്റ്സ് ഓക്കെ, ബാ. പതുക്കെ പോണം, പതുക്കെ പോണം, പതുക്കെ പോണം. നമ്മൾ പോരെ അപ്പനെ കാണിച്ചു തരാം. എവിടെ എന്റെ ബേബി? പതുക്കെ പോ. ഓ ബാ ബാ ബാ, ഉമ്മയുണ്ട് ഉമ്മയുണ്ട്, ബാ പൊക്കോ പൊക്കോ പൊക്കോ. സ്ലോലി ഗൈസ്, അവിടെ നിന്ന് വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ ബാക്കിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. മമ്മ ഒരു കയ്യില് എന്റെ ബാഗ്, ഒരു കയ്യിൽ മമ്മയുടെ ബാഗ്. ഞാൻ എപ്പോഴും എടുക്കണമല്ലോ, അപ്പൊ എനിക്ക് അവർ
ഓ ചുമ. അപ്പോ എബുനെ എടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ കെട്ടൊന്നും എടുത്തില്ല. ഇവനെ തന്നെ പിടിക്കണം, ഒരു കയ്യിൽ ക്യാമറ പിടിക്കണം. അപ്പോ ജൈവ എത്താറായിട്ടാ. ഇതെന്താ റോഡൊക്കെ ഇങ്ങനെ ആയിരിക്കണേ? ഓക്കെ, നമുക്കിനി വീടെത്തിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഗൈസ്, അങ്ങനെ നമ്മളെത്തി. സലാം പറഞ്ഞു മമ്മ. ഹാപ്പി ആനിവേഴ്സറി. ഇമ്മി 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 എവിടെ? എണ്ണം 15 രൂപ വെച്ചാണ് മേടിച്ചിരുന്നത്. ആണല്ലേ? നോക്കിയാ പാഷൻ ഫ്രൂട്ട് ക്യാറ്റ് ഒക്കെ ഞാൻ വെറുതെ ആ പശു തന്ന് ഞാൻ കെട്ടിയില്ലേ, അതില് വെറുതെ ഇട്ടതാണ് മമ്മ തിന്നിട്ട്. ഹാപ്പി ആനിവേഴ്സറി അങ്കിൾ. കേറാം. എബുന് ബോൾ കിട്ടി. ദാദിന്റെ വീട്ടില് ബോൾ കിട്ടി എബുന്. ഇവനൊരു ഫുട്ബോൾ ചാമ്പ്യൻ ആവുന്ന തോന്നണേ. കാലിലാണ് കളി ചെറുക്കണ്ടേ. കിക്ക് ദ ബോൾ. ഇവന്റെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാ ഞാൻ വേൾഡ് കപ്പ് കണ്ടോണ്ടിരുന്ന. എബു അവൻ വന്നപ്പോ തന്നെ ബോളിലാണ് കളി. കിക്ക് ദ ബോൾ. കിക്ക്. ബയ്യക്ക് ബൈ കൊടുക്ക്. ബൈ കൊടുക്ക്. വെൽക്കം ടു ദ ഫാമിലി. ഇരിക്കൂ. പ്ലീസ് ബി സീറ്റഡ്. ഓൾറെഡി ഒരാൾ സീറ്റഡ് ആയി. വണ്ടി കയറുമ്പോ തന്നെ അജിത്തനെ കണ്ടെന്ന് പറയാം. നമ്മ വിഷക്കി. സൂപ്പർ. അതായിരിക്കും നല്ല. ഉച്ചക്ക് കഴിച്ചിട്ടില്ല. ഞാനിത് ചോറൊക്കെ റെഡിയാക്കി നമ്മുടെ വക സുനുമോൾ ഉറങ്ങി തൂങ്ങി പിടിച്ചാണ്. പെർഫെക്റ്റ് കേക്ക്. ഓ മൈ ഗോഡ്, മാഷാഅല്ലാ. അടിപൊളിയല്ലേ? വന്നു വാവ്. ബിരിയാണി നല്ലോണം കഴിക്കണം ഗൈസ്. ഇപ്പൊ വിശന്നിട്ട് വയ്യ. സോന് ഫ്രിഡ്ജ് തപ്പുന്നുണ്ടല്ലോ. സോനു വിരവൽ തുടങ്ങിയിട്ടുണ്ട്. ആന്റി, സോനു വിരവൽ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് എടുക്ക. സോൻ വെള്ളം തിന്നാൻ തുടങ്ങിയപ്പോ വയറ്റിന്റെ അകത്ത് വേദനയും വയറ്റിന് നിൽക്കുന്നു. വെരി ഹംഗ്രി. നമ്മൾ ഉച്ചക്ക് കഴിച്ചില്ല. അതൊക്കെ എവിടെ മതിയാവാൻ. ഇന്ന് മിണ്ടാതെ പഴം. അത് നോക്കൂ. ഓ നോ. ഈ വീടിന്റെ ഐശ്വര്യം നിങ്ങൾ രണ്ടുപേരാണോ? ഡാഡി ഞാനും. ഈ വീടിന്റെ ഐശ്വര്യം നിങ്ങൾ രണ്ടുപേരാണോ? ഇതിപ്പോ നിന്നെക്കാട്ടി പ്രായം കുറവാണോ? അത് ഡാഡിന്റെ പണ്ടത്തെയാണ്. കയ്യിൽ വെച്ച് കളിക്കണം. ഞാൻ ഇതൊക്കെ പൊടി കളയണേ. പോണ്ടേ? ഡാഡിന്റെ ഫോട്ടോ പൊടി പിടിച്ചിരിക്കണം. പേപ്പേഴ്സ് ഒക്കെ ഇതാ വേണ്ട. കവേഴ്സ് ഒക്കെ ഞാനും. ഷൂ മാറ്റണോ? നോക്കുമ്പോ അല്ല, ഇപ്പൊ ശരി ഞാൻ കൊടുത്ത് ഷൂ മാറ്റണം.
കഴിയുമ്പോ അപ്പൊ വൈകിന്റെ അത് ഗായ്സ് അങ്ങനെ നമ്മുടെ കഴിയുമ്പോഴേ റെഡിയാവും. ആനിവേഴ്സറി സ്പെഷ്യൽ ആന്റിയുടെ വക ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, അച്ചാർ, വന്ന് കയറിയപ്പോ ഞങ്ങൾ പറഞ്ഞ സംഭവം എന്താണെന്ന് ചോറെടുക്കാണ്ടി ചോറെടുത്ത്, ഫുഡ് കഴിച്ച് നമുക്ക് സംസാരിക്കാം. സാലഡ് ഉച്ചക്കൊന്നും കഴിക്കാതെ നമ്മൾ. അയ്യോ ഞങ്ങക്ക് ബീഫ് വേണ്ടാന്ന്, ചിക്കൻ മതി. ചിക്കൻ ലുക്സ് യമ്മി. നിങ്ങൾ വേണ്ട ബീഫ്? ബീഫ് ലോസ് നിങ്ങൾ ബീഫാണോ? പിന്നല്ലാണ്ട് നിങ്ങൾ എന്താ രണ്ടുപേരും ഡ്രസ് കോഡാ? ബ്ലൂ ഇന്ന് ചീട്ടേ നമുക്കെല്ലാം ചീറ്റ് ഡേ ആണ്. ഇട്ടോ ഇങ്ങോട്ട് ഇമാതിരി ചീറ്റ് ഡേ വേണ്ടായിരുന്നു. ബീഫ് ചിക്കൻ വേണം, ബീഫ് ചിക്കൻ വേണം. വായിലൊക്കെ വെള്ളം മതി. ആ മതി മതി. ഓ നൈസ്, ഇറ്റ് ലുക്സ് യം. സോണുത്ത വരൂ. സോണുത്തനെ കണ്ടില്ലെങ്കിൽ സോണുത്തനെ ഫാൻ എന്നെ പൊങ്കാലിടും. സോണുത്തനെ അപ്പ കാണണം. എന്നെ അപ്പൊ കാണണോ? അല്ല ആക്ച്വലി എനിക്ക് കാണണം, അതാ ഞാൻ വിളിച്ചത്. അത് കട്ടിയുണ്ട് അതന്നെ സൈഡ് അത് കട്ടിയുണ്ട്. എനിക്ക് ചിക്കൻ കട്ടിയുണ്ട്. ഇറച്ചി കഴിച്ചാ ഞാൻ കഴിച്ചില്ല എന്ന് പറയണത്. ഞാൻ കഴിച്ച ബേബി, ഞാൻ വിചാരിച്ചു റിച്ച് ഇങ്ങനെ പറയാൻ മതി. ഞാൻ കഴിച്ചില്ല. നല്ല ബിരിയാണി. ചേട്ടൻ ഇനി സംസാരിക്കരുത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഓൺലി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട്. സോനത്തെ കഴിക്കള്ളേ, ഞാൻ കഴിക്കാൻ പോണു. ടിഷ്യൂ എബിന് ഫുൾ കളിയായിരിക്കും. ആ ഞാനും പറഞ്ഞത് കേട്ടാ, ഭയങ്കര ലെങ്ത്. ശിരാജ് ബാബ കഴിക്കണോ? കണ്ണ് കൊതിരുന്നട്ടാ. ചൂച്ചോ മമ്മ കഴിക്ക്, ഇരിക്ക്. ഓക്കെ ഗൈസ്, ഞാൻ കഴിക്കട്ടെ. എനിക്ക് ഇനി സോണിന്റെ വിറവൾ മാറിയോ? വിറവല് ഞാനാ വീട്ടിൽ നിന്ന്. ഞാൻ ഇതിപ്പോ ഫ്രിഡ്ജില് കേക്ക് വെക്കാൻ വന്നതാണ്. അപ്പോഴാണ് വിറവലാണ്. ഗൈസ് എനിക്കൊരു ന്യൂ ടോയ് എന്റെ മോൻ തന്ന്. ഇവിടെ 3 പിഞ്ച് പൈതലുകൾ കളിക്കണ കണ്ട ബോള്. ആരാണ്? ക്യാച്ചിങ് ബോൾ അല്ലേ ഇതിന്റെ പേര്? ഓ സൈഗോ, കണ്ണു മൂക്ക് വേണമെങ്കിൽ മാറിയിരിക്കേ. സൈഗോ ചിരിക്കണ. ബിരിയാണി ദഹിപ്പിക്കാൻ സൈഗോ കോൺസെൻട്രേറ്റ് ആക്ക. സൈഗോ എന്താ മാറിയാണ്ട മുഖം? ഉമ്മിക്ക് കൊണ്ട് വെബൂടെ ആറാംശം എന്റെ അടുത്ത് ഇരുന്ന കളിക്കണം. വെയിറ്റ് എബ്രു പോയി എന്താ ചെയ്യണം? എല്ലാം പോട്ടെ. അപ്പത്തേക്ക് അതല്ല എന്റെ മൂട് ശരിയായി ശരിയായി. ഓക്കെ ദീദിരുത്ത് കളിക്ക്. ദീദിരുത്ത് കളി. He's messed up. പാവ, അവന് ഫുള്ള് കൺഫ്യൂഷൻ. എല്ലാരും ഒച്ച എടുക്കുമ്പോ അത് തിരിച്ചിട്ട് പോകണം. ഉമ്മിക്ക് എന്ത് പറ്റി? ഇമ്മിക്ക് ചിക്കനുണ്ട്, ബീഫുണ്ട്. മോന്തടിച്ചോളണ്ട. വേണ്ട വേണ്ട, കൊതുകുണ്ടാവും. വേണ്ട. പുറത്തു പോലെ പോപ്പുണ്ട്. പുറത്ത് ആന്റി സ്പെഷ്യൽ
എന്താ ഷീനാജിന് മാത്രം ആന്റിയുടെ സ്പെഷ്യൽ കപ്പാസിറ്റി അറിയാം. എല്ലാരും കൊതിണ്ട് കേട്ടാ, എല്ലാരും കൊതിണ്ട്. വേണ്ട ഇപ്പൊ വേണ്ട. ടോയ്സ് ഇതാ ദാദി തന്നെ ടോയ്സ്, ന്യൂ ടോയ്സിലിരുന്ന് കളിച്ചോ. ബേബി എവിടെ? ദാദി ഇരുന്ന് ബിസ്ക്കറ്റ് തിറ്റിക്കണാണ്. കഴിച്ചോട്ടാ. അങ്കൾ വന്ന് എന്റെ അടുത്ത് ഓരോ കെട്ട് തന്നിട്ടുണ്ട്. ഇതാർക്കും മമ്മക്ക? എന്നാ മമ്മയുടെ ബാഗിൽ വെച്ചൂടെ? മമ്മ ബാഗ് ഉണ്ടെങ്കിൽ ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്റെ പുതിയ ബാഗിൽ കയറ്റ? ബിരിയാണി അടിപൊളിയായിട്ട് കഴിഞ്ഞ ശേഷം 2 കാർന്നുർത്തികളെ ഫ്രണ്ടിലിരുത്തിട്ട് നമ്മൾ ഐശ്വര്യമായിട്ട് അപ്പൊ ആന്റി അങ്കിളൊക്കെ ന്യൂ ഡ്രസ് ഇട്ടിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇന്നിവിടെ ഹാർട്ട് മുറിക്കാൻ പോണ കൈസ് നമ്മൾ. അതെ, സ്പെഷ്യലായിട്ട് ചെയ്ത ഐറ്റം. കണ്ടിട്ട് ലുക്സ് യമ്മി. ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ പാടിക്കോ. ഹാപ്പി ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ഹാപ്പി ആനിവേഴ്സറി നൂറ് 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 കാലം സുഖമായിട്ട് ജീവിക്കും. ആദ്യം നിങ്ങൾ ആദ്യം കപ്പിൾസ് കൊടുക്ക്. കപ്പിൾസ് കൊടുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട്. അറിച്ചു സൈഗോ ആദ്യം കൊടുത്ത്, സൈഗോ ആദ്യം കൊടുത്ത്. ഹാപ്പി ആനിവേഴ്സറി. യമ്മി കേക്ക്. മമ്മിക്ക് ഷുഗറാണ്. തിന്നു കഴിഞ്ഞ ഒരു കേക്ക് ഞാൻ കറക്റ്റ് കഴിച്ചിട്ട് പറയാട്ടോ. ചടങ്ങ് കേട്ടിട്ട് കൊടുത്തു ഞാൻ കൊടുത്തു. അപ്പൊ ഇനിയും 100 വർഷങ്ങള് ഞങ്ങളും കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം അല്ലേ? സൈഗു കേക്ക് നൈസായിട്ട് റിച്ചു കൊടുക്ക. ഇച്ചിരി മതി, മത്തടിച്ചത്. എന്താ എന്ത് കേക്കാണത്? ഇത് ബിരിയാണിയാണോ? Wow, it's yummy, guys. നിങ്ങൾ കഴിക്കണമായിരുന്നു ഗൈസ് ഇത്. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങളില്ലല്ലോ. അതെ നിങ്ങളെ വക ഷിനാജ് കഴിക്കുന്നതായി.
ഇത് കൊടുത്തിട്ട് വേണോ എനിക്ക് കഴിക്കാൻ മോനിരിക്കട്ടെ. ഓക്കെ ടിഷ്യൂ ഉണ്ട് ടിഷ്യൂ ഉണ്ട് ഓക്കെ, അപ്പൊ എല്ലാരും കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാ എന്താണ് പറ കപ്പിൾസ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം അല്ലേ? എല്ലാ വർഷവും നിങ്ങളാണ് വന്ന് ഇങ്ങനെ കളർഫുൾ ആക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, നമ്മള് കളർഫുൾ ആക്കാൻ പോണെന്ന് ഇനി. അപ്പൊ നമുക്ക് വേറെ പ്ലാൻ അതെ അതെ കൊണ്ടുപോയിട്ട് അവിടെ വയ്യാത്തോണ്ട് നടന്നില്ല. അതന്നെ ഡെങ്കി പണി വാളിച്ച്, അല്ലാന്നുണ്ടെങ്കില് വേറെ ലെവലിൽ പോയേനെ സംഭവം. ഞാൻ കൊടുത്തില്ലല്ലോ. അത് അപ്പുറത്തേട്ട് കൊടുക്കും, ഇവിടെ നിന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടുപേരും കൂടെ കടിച്ചു തിന്നു. അതാണ് ജസ്റ്റ് എന്നാ എല്ലാരും ഒന്ന് ടച്ച് ചെയ്യിപ്പിച്ചാൽ മതി. ഇന്ന് ഷുഗറിന്റെ മരുന്ന് 2 എണ്ണം കഴിക്കണം. അതൊക്കെ ഓർമ്മിപ്പിക്കല്ലേ നിങ്ങൾ. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പോ കേക്ക് കട്ടിങ്ങിൽ ഒതുങ്ങുന്നതല്ല നമ്മളെ സെലിബ്രേഷൻ എന്ന് നിങ്ങൾക്ക് അറിയാലോ. ആരെ ബർത്ത്ഡേ ഇരിക്കട്ടെ, ആരെ ആനിവേഴ്സറി ഇരിക്കട്ടെ, ഡസന്റ് മാറ്റർ, ഗിഫ്റ്റ്സ് നമുക്ക് നിർബന്ധമാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ സെലിബ്രേഷൻ ചെയ്യുന്നത് ഗൈസ്. അപ്പൊ 1 by 1 നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ആദ്യം മമ്മയുടെ വക. മമ്മ മാംഗ്ലൂരിൽ നിന്ന് വന്നത് മെയിൻ ആയിട്ട് നമ്മളെ കാണാൻ മാത്രമല്ല, ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാണ്, ആനിവേഴ്സറി സെലിബ്രേഷൻ ചെയ്യാൻ കൂടിയാണ്. അപ്പൊ മമ്മയുടെ വകയുള്ള ഗിഫ്റ്റ്സ് മമ്മ തന്നെ കൊടുക്കാം. ഞാൻ വിചാരിച്ച നമ്മുടെ വക ഗിഫ്റ്റ് മോള് കൊടുക്കും വിചാരിച്ചു. ഞാൻ പറയാൻ പോലെ ബോൾ അടിക്കുന്നത്. അപ്പൊ അടുത്ത ആരാണ് പറയൂ? അടുത്താരാ നെക്സ്റ്റ്? അടുത്ത ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. എന്താണ് കൺഫ്യൂസ് ആയ? എന്റെ ഗിഫ്റ്റ് മാറ്റി വെച്ചോ കേട്ടോ, ബാക്കി നിങ്ങളുടെ എന്താ വെച്ചാൽ കൊടുത്തോ. നമ്മുടെ എല്ലാവരുടെയും ഗിഫ്റ്റ് ഗിഫ്റ്റ് സ്പ്ലിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അതെല്ലാം അങ്ങോട്ട് കൊടുത്തു. എനിക്കൊരു ട്രോഫി ഓൾറെഡി തന്നേക്കണ് ഗൈസ്. അപ്പൊ അവരെ പിടിക്കാറുണ്ട് ഗൈസ്. അപ്പൊ എല്ലാ ഗിഫ്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. ഈ ഗിഫ്റ്റ്സ് മൊത്തം എന്റെ സോനുന്റെ സുനുന്റെ സൈബുന്റെ എബ്രുന്റെ വകയാണ് ഗൈസ്. അയ്യോ അയ്യോ അയ്യോ, ഒരു ഐറ്റം തുറന്ന് കാണിക്കണം കേട്ടോ. ഇവിടെ വേറെ അൺബോക്സിംഗ് ഒക്കെ ഇതിന്റെ കൂടെ തന്നെ നടക്കും. ഐറ്റംസ് തുറന്ന് കാണിച്ചു കൊടുത്തു. മമ്മയുടെ കാണിക്കാം. ആദ്യം ഒരു കാര്യം ചെയ്യും, മമ്മയുടെ തന്നെ മമ്മ എന്നെ അത് കാണിച്ചു കൊടുക്കും. മമ്മയുടെ സെലക്ഷൻ ഒക്കെ നോക്കട്ടെ. മാംഗ്ലൂരിൽ നിന്ന് വന്ന അജീതാക്കുള്ള ഗിഫ്റ്റ് നമ്മുടെ. അടിപൊളി അടിപൊളി, നല്ല കിടിലൻ സൽവാർ. പിങ്ക് ആൻഡ് വൈറ്റ് അങ്കിളിനുള്ള നല്ല കിടിലൻ ഷർട്ട്. ഓക്കെ, അടുത്തത് സൈബു പപ്പ. സൈഗുന്റെ അടിപൊളി പെർഫ്യൂം. ഏതിന്റെ ജാഗ്വാറിന്റെ പെർഫ്യൂം. ഇങ്ങനൊക്കെ സെലക്ട് ആക്കാൻ അറിയോ? എല്ലാം എന്റെ കഴിവ്, അല്ലാണ്ട് എല്ലാം എന്റെ കഴിവ്. സുനുവിന്റെ വക കാണിച്ചോ, അത് ഓപ്പൺ ചെയ്തോ. സുനുവിന്റെ വക നല്ല അടിപൊളി ഷർട്ടും മുണ്ടും. പൊളി. അതും എന്റെ സെലക്ഷൻ. അജീത്താക്ക് കിടിലൻ സൽവാർ. അജീത്താന്റെ എന്റെ സെലക്ഷൻ. അജീത്താക്ക് അറിയാലോ ആര് സെലക്ട് ചെയ്യായിരിക്കുള്ളൂ. ഷോളൊക്കെ നല്ല കിടിലൻ വർക്ക്. ഇതല്ലേ ആ ഷോളെന്ന് വിരിച്ച് പ്ലെയിൻ ആയിട്ട്. ഓ പിന്നെ കണ്ടിട്ടോ അവരിപ്പോഴാന്ന് കാണുന്നത്. അടിപൊളിയല്ലേ? അല്ല മണവാട്ടിയും മണവാളിനാവും രണ്ടുപേരും കൂടി ഇവിടെ ഇട്ടുണ്ടെങ്കിൽ പൊളിക്കും. അത് ആ പ്ലെയിൻ ആയിട്ടില്ല, ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഇടുമ്പോഴത്തേക്കും ഇതിടുമ്പോ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും, നല്ല ഭംഗിയുണ്ടാവും. പിന്നെ റഫീക്ക് ആ ഷർട്ടും മുണ്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ മണവാട്ടിയും മണവാളുമായിട്ട് നിൽക്കും. അടിപൊളി. ഓക്കെ, ഇനി അടുത്തത്
നെക്സ്റ്റ് ഇതെല്ലാം അജിത്തൊക്കെ ഇതെല്ലാം കിട്ടി. എന്റെ സോറി അത് കാണിക്കല്ലേ, കാണിക്കൂലേ? ആ കാണിച്ചു കാണിക്കൂ. ആ അതെ, ഒരു സൽവാർ, ഒന്ന്, രണ്ട്. ആ ശരി, ഞാൻ മിണ്ടണില്ല. മൂന്ന്. ആ നേരത്തെ ചപ്പലിന്റെ വക. ഇല്ല 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 ഇല്ല, ചപ്പല് ഞാൻ സെലക്ട് ചെയ്യണം ചീത്ത. ആ ചപ്പൽ ഇതുണ്ടല്ലേ, എന്റെ സെലക്ഷനാണ്. നല്ല കിട്ടില്ല. ആ സൽവാറിനൊപ്പം ഇടാൻ പറ്റിയ രീതിയിൽ ഞാൻ സെലക്ട് ചെയ്തതാണ്. നമ്മൾ ഒരു സൽവാർ ഒരു ചപ്പലൊക്കെ കൊടുത്ത് ഒതുക്കില്ല. 3-4 സൽവാർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് guys. അതാണ് അതല്ലത് നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കി വിട്ടത് ഇതിനു വേണ്ടിയാണ്. അയ്യോ, അല്ലെങ്കിൽ നിങ്ങളല്ല അത് സെലക്ട് ചെയ്യാറ്, ഞാൻ തന്നെ എപ്പോഴും സെലക്ട് ചെയ്യാറ്. ഇതൊക്കെ ഒന്നുമല്ല, ഇതിന് മെയിൻ ഗിഫ്റ്റ്സ് ആണ് നമ്മളെ മുതലാളി കൊടുക്കാൻ പോകുന്നത് ഗൈസ്. എവിടെ മുതലാളി മാസമായിട്ട് വരുമോ? എല്ലാ ചിത്തക്ക് ഇതെന്താ ആന്റിയുടെ ബർത്ത്ഡേ ആണോ അല്ലെങ്കിൽ ആനിവേഴ്സറി ആണോ? ഇന്ന് അജിത്താടോ ആനിവേഴ്സറി നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോണേ. പാവ അങ്കിൾ. നൈസ്. പ്രതീക്ഷിച്ചില്ല. ഇതെന്താണ് എന്റെ ആനിവേഴ്സറി ആണോ? ഞാനിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആലോചിക്കണം, അജിത്താണ് ചെവിട്ടിൽ കിടന്നിട്ട് അത് എങ്ങനെ നൈസ് ആയിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു. മോള് തന്നെ ഇട്ടോളൂ ചെല്ല്. പോ ഇനി സോനി ഇങ്ങോട്ട് ചോദിക്കും, എങ്ങോട്ടടി തിരിക്കണ്ട, അങ്ങോട്ടാണോ ഇങ്ങോട്ടാ? ബിസ്മില്ലാ. ഇനിയും കൂടട്ടെ. അത്ര എന്റെ കൈ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വർഷം പോലെ എനിക്ക് ഡ്രസ് നല്ല ഭംഗിയുണ്ട് ചേട്ടാ. കേട്ടോ. അല്ല ആ ചുവട്ട് വെക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ കറക്റ്റ് ഹാങ്ങിങ് കാര്യങ്ങളൊക്കെ. ക്ലോസപ്പ് എടുക്കണം ഗൈസ്. ഇതില് മറ്റേ ബട്ട്സ് നോക്കട്ടെ. ഡ്രസ് ഉണ്ട്, രണ്ടിട്ട് കഴിഞ്ഞിട്ട് സൈഡ് കാണിക്കുമ്പോ മണവാട്ടി ആയല്ല. അടിപൊളി അടിപൊളി. വയസ്സാകാലത്താണ് സെലിബ്രേറ്റ് ചെയ്യണ്ടേ ഇതൊക്കെ. സത്യമാണ്. അടിപൊളി. എനിക്ക് 5 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. ഞാൻ കണ്ട് അതിലെ പറഞ്ഞത്. അടിപൊളി. ഓക്കെ, അപ്പൊ എന്റെ സെലക്ഷൻ നമ്മുടെ സെലക്ഷൻ ഒക്കെ അടിച്ചു പൊളിച്ചു. നേരെ നോക്കിയേ മിക്സ്ഡ് ഫീലിംഗ്. ഇനി സമാധാനിപ്പിക്കും പാവം നമ്മുടെ അങ്കിൾ. ഷർട്ടൊക്കെ വെച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ആക്കാൻ. അതന്നെ ആ ഡ്രസ്സിന് രണ്ടൊരു കോമ്പോ ഇനി അടുത്ത പ്രാവശ്യം വീട്ടിൽ വരുമ്പോ ആ ഡ്രസ് ഇട്ട് വന്നാ ആന്റിയുടെ സൽവാർ കിട്ടില്ല. അതുകൂടെ ഞാൻ കാണിച്ചു കൊടുക്കാം. നല്ല ഷർട്ടാ, അടിപൊളി. പൊള്ളിച്ചട്ടാ. ഇന്നത്തെ ആനിവേഴ്സറി അടിപൊളിയായിരുന്നു. ചാനലിന് ഓർഡർ ചെയ്യലു. എങ്ങനെയാ ചീത്ത പറ, എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നെ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ എന്തോ പറയണ എന്നെ യു ആർ മോർ ലൈക്ക് എ മദർ ടു us. അപ്പോ ഇതൊക്കെ കുറവാണ് ആന്റിക്ക്. ബിക്കോസ് ഷീ ഡിസേർവ്സ് എ ലോട്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഷീ ഡിസേർവ് മോർ. ബിക്കോസ് ഇവിടെ ഞാൻ ആ നാട്ടിൽ നിന്ന് ഈ നാട്ടിൽ വന്നിട്ട് ഐ വാസ് ലൈക്ക്, ഇവിടെ ആരോ ഉള്ള, ഇവരൊക്കെ വിട്ടിട്ട് ഇനി ആരോ ഉള്ളെന്ന് ചിന്തിക്കുമ്പോ നെക്സ്റ്റ് മൊമെന്റ് എനിക്ക് തലക്ക് പോകുന്നത് ആന്റിയാണ്. എപ്പോ ഏത് മൊമെന്റിൽ വേണമെങ്കിൽ വെൻ വി ആർ ഫീലിംഗ് ലോൺലി, ചിലപ്പോ വേവ് വീട്ടിലില്ലെങ്കിൽ ഷീ ഈസ് റെഡി ടു കം. ഷീ ഈസ് ഓൾവേസ് ദേർ ഫോർ us. അപ്പോ ഇതൊക്കെ കുറവാണ്. ഷീ ഈസ് മോർ. വി ലവ് യു ആന്റി. ഒരു മിനിറ്റ് സായിക്കൊന്ന് പറയാം. അമ്മായിന്റെ ആദ്യം അപ്പൊ എന്തായാലും ആനിവേഴ്സറി പൊളിച്ചിട്ടുണ്ട് ഗൈസ്.
മിക്സ്ഡ് ഫീലിംഗ് ആണ് ആക്ച്വലി. യെസ് ഞാൻ എനിക്ക് അറിയണ മുമ്പ് ഭയങ്കര ശരിയായിരിക്കും. എന്റെ മോന്റെ ഫേവറേറ്റ് സോങ് ആണ് ഈ മീ 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 മീ. ഇപ്പൊ എപ്പോഴും അത് തന്നെ. ഇന്നെന്താ അടുത്തത്? കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? ഓക്കെ കഴിഞ്ഞോ? ഇമോഷണലി അതെ, സോന് കണ്ണ് കലകി. ഞാനൊന്നും മിണ്ടാതിരിക്കണേ. എന്തിനാണ് എല്ലാവരും ഇതെല്ലാം പറഞ്ഞത്? പറ, ഞാൻ ചീത്ത പറ. ഞാനെന്ത് പറയാനാണ്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് നിങ്ങളാണ്. എനിക്കിനി ഒന്നുമില്ല പറയാൻ. അതെ, ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ അങ്ങനെ തന്നെ. ഒരുപാട് ഞാൻ എന്താ പറയണ, ഒരുപാട് മേലെയാണ് നിങ്ങളെ ഞാനുമായിട്ടുള്ള ആ ഒരു നമ്മുടെ പിള്ളേരാണ് രീതിയിലാണ് നമ്മളവിടെ വരും. എന്റെ ഞാൻ എപ്പോഴും അന്നും ഇന്നും പറയും, എന്റെ മക്കളുടെ വീടാണ് ഞാൻ പറയുള്ളൂ. ആര് ചോദിച്ചാലും എല്ലായിടത്തും പറയും. നമുക്ക് ആകെയുള്ള ഒരു സമാധാനം. സമാധാനം അജിത്ത വരുന്നുണ്ടല്ലേ. നിങ്ങളൊന്നും കണ്ടിടക്ക് പോയി നിൽക്കും പിള്ളേരെ അജിത്തവന്റെ സമാധാനമുള്ള മമ്മക്ക് ഒരാളുണ്ടല്ലോ. മമ്മ ഇല്ലെങ്കിലും പറയും നീ ഉണ്ടല്ലോ അവിടെ എന്ന് പറയും അജിത്തന. പോയാ മതി. നമുക്ക് എന്തിനും ഏതിനും എനിക്ക് എന്താ പറയണമെന്ന് വാക്കുകളില്ല. സത്യമാണ്. ഈ സൈലൻസ് ഒക്കെ കണ്ടിട്ട് എനിക്കിവിടെ ഫുള്ള് നെഞ്ചൊക്കെ പിടക്കണ്ട്. എനിക്ക് വാക്കുകളില്ല. എന്താ അതായത് നമ്മള് ശരിക്കും പറയണത്? ഞങ്ങള് ഇപ്പൊ ഒരു ഇങ്ങനത്തെ ഒരു ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല. നമ്മുടെ വീട്ടില് ഇത്ര അധികം ഫംഗ്ഷൻ നടക്കും, ഇത്ര പേരുടെ ബർത്ത്ഡേ നടക്കും, വെഡിങ് ആനിവേഴ്സറി നടക്കും. ഇതിനെല്ലാത്തിനും നമുക്ക് കൈ നിറയെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടാകുന്ന ആൾക്കാരാണ് ഇവരുണ്ട്. മനസ്സിലായി? പിന്നെ അതുകൂടാണ്ട് അതിന് നമ്മൾ പ്രത്യേകിച്ച് ചടങ്ങായിട്ട് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് തലേദിവസം തന്നെ എത്തും. വിളിച്ചോന്നില്ല. ഇങ്ങനെ മാത്രമാണ് ഇടക്കിടക്ക് വരുമ്പോ ഇത് മാത്രല്ല, ആഴ്ച ഓരോ റഫീഖ് അവിടെ ആയിട്ട് ഒരു കവറ് നിറയെ സാധനങ്ങളായിട്ട് പേരക്കുട്ടികളെ കാണാൻ വേണ്ടി വന്നവര് ആഴ്ചയില് പലചരക്ക് സാധനങ്ങള്, അതേപോലെ തന്നെ ഫിഷ്, ചിക്കൻ, സ്നാക്സ് ഇതെല്ലാം കൊണ്ടുവന്നു. മനസ്സിലായി? ശരിക്കും അതാണ് ഈ സൈക്കിളിന്റെ ഒക്കെ ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിന്ന് രാവിലെ മുന്നേ രാവിലെ പോയാലോ അങ്ങനെ പോയാലോ ഞാൻ സ്കൂളിൽ പോണില്ല രാത്രി വിളിച്ച് ഉറക്കത്തിൽ വിളിച്ചു അമ്മ. ആകെ അല്ല ഈ പിള്ളേർക്ക് കൊടുക്കണ സ്നേഹമില്ല പിള്ളേര് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഈ പിള്ളേര് ആദ്യം ആലോചിക്കണത് അജിത്തരം അമ്മേനെയാണ്. അവിടെ മൈൻഡ് ആദ്യം രണ്ടുപേരുമാണ്. ആരും വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. മമ്മ പറയാത്തപ്പോ ആരും വന്നാലും കുഴപ്പമില്ല. വന്നില്ലെങ്കിൽ അവന് ഓർമ്മയുണ്ടാവും. ചോദിക്കണം മമ്മ വന്നില്ലേ, അജിതാന്റെ വന്നില്ലേ, എന്താ ആദ്യം വരാത്ത എന്താണ് മമ്മ, എന്താ മമ്മ വന്നപ്പോ ആദ്യം അതന്നെ ചോദിച്ചോണ്ടിരിക്കണായിരുന്നു. മമ്മക്ക് വിഷമമായി. അപ്പൊ ആദ്യം ചോദിച്ചാൽ അതാണ് എന്താണ് മമ്മയുടെ സിറ്റുവേഷൻ അതായതുകൊണ്ടല്ലേ മമ്മ എങ്ങനെ ഓടി. ഓക്കെ, എന്തായാലും ചെല്ലു. സോ ഗൈസ് ചെല്ലു. ഈ ഒരു മിക്സ്ഡ് എമോഷനിൽ ഞാൻ എന്തായാലും എന്റെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോണാണ്. ബിക്കോസ് എനിക്ക് കരയുണ്ട് ഗൈസ്. വൈകിരിക്കും മൊത്തത്തിൽ പടക്കലാണ്. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് നേരം ഇനി ഇരുന്നിട്ട് ആന്റിന്റെ അടുത്തൊക്കെ ഫ്രീ അതെ. പിന്നെ ഈ അതെ മമ്മക്ക് പോകണ്ട്. മമ്മ ഒരു 8:55 ആകുമ്പോഴത്തേക്ക് എടപ്പള്ളിയിൽ നിന്ന് ബസ് ഉണ്ട്. അപ്പൊ നമ്മളെ പോലെ തന്നെ നന്നായിട്ട് ഞങ്ങൾ വർത്താനവും കഥയും പറഞ്ഞിരിക്കും രാത്രി. രസമാണ്. പറ്റിയില്ല, പോയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ അപ്പൊ നമ്മള് അടിച്ചു പൊളിച്ചു. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.